ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ ഒരു സായാഹ്നത്തില്, പ്രത്യേകിച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഈ നിമിഷത്തില്, ഈ ഷെയർ ഹോൾഡേഴ്സിന് എല്ലാവർക്കും ആകാംക്ഷയോടുകൂടി അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് അറിയാനും അതോടൊപ്പം തന്നെ ഇൻ കന്നഡ, the end of the sessions, the translation will be available. Okay, all the Kannadiga peoples kindly apologize. We'll provide the translation in the end of the sessions. Kindly wait. Okay. ഇന്നത്തെ ഈ ഒരു മീറ്റിംഗിൽ പരമപ്രധാനമായിട്ടും നമ്മുടെ ബിസ ബിസിനസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടി വിളിച്ചു ചേർക്കപ്പെട്ട ഒരു മീറ്റിംഗ് ആണ്. അതിന്റെ ഷെയർ ഹോൾഡേഴ്സായ വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്, ഈ മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ ബിഹാഫായിട്ട് കൃത്യമായിട്ടും നമ്മുടെ ഈ ഒരു കമ്പനിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും അതോടൊപ്പം തന്നെ കമ്പനിയുടെ ബഹുമാന്യനായ ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടറോടും ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് ശ്രദ്ധയിൽപ്പെടുത്തുക, നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മുമ്പിലേക്ക് അത് അവതരിപ്പിക്കുകയും അതിന് കൃത്യമായിട്ടുള്ള നമ്മുടെ ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടറിന്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് നിങ്ങളുടെ എല്ലാവരുടെയും സമക്ഷത്തിൽ അത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഇന്ന് നമ്മളെ പ്രധാനമായിട്ടുള്ള ഒരു അജണ്ട. അപ്പോൾ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. നിങ്ങളെല്ലാവരെയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടറായ അബ്ദുള്ള ഷാ സാറെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കമ്പനി ഒഫീഷ്യൽസ് ആയിട്ടുള്ള എല്ലാവരെയും ഞാൻ ഹാർദവമായി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ എല്ലാവരെയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. So, all the people from other states, kindly, we will provide the translations to Kannada at the end of the session. After the completion of the Asha sir speech, that speech will be translated into Kannada. Kindly wait, okay? First of all the Kannada, on behalf of all the shareholders, I requested to the board of directors to explain some questions. We have some questions for the future plans and company legal actions and recommencement of the company. All the data, all the details we required. I will expect the great reply from the chairman managing director on behalf of Bizar Business Corporation Limited company. സോ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞാൻ നമ്മുടെ ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടർ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. സർ, നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് 15 വർഷമായിട്ടുള്ള ഒരു ലീഗൽ ഒരു വാറൊക്കെ കഴിഞ്ഞ് അതിന്റെ പ്രോസസ്സിൽ നിൽക്കുകയാണ്. അപ്പം ഇപ്പൊ ഈ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് സാറുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനുണ്ട്. അതിന്റെ റിപ്ലൈയും കിട്ടിയാൽ വളരെ നന്നായിരുന്നു. അപ്പൊ ഞാൻ സാറുടെ അടുത്തേക്ക് ഞാൻ ആ ക്വസ്റ്റ്യൻസ് എന്താന്നുള്ളത് പറയാം. മെയിൻലി നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് അറിയാൻ ആഗ്രഹമുള്ളത് കമ്പനിയുടെ കറണ്ട് സ്റ്റാറ്റസ് എന്തൊക്കെയാണ്, അതായത് നിലവിലുള്ള അവസ്ഥ എന്താണ് എന്ന് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും അറിയാൻ ആഗ്രഹമുണ്ട്. ഒന്ന് തമ്പിട്ട് കഴിഞ്ഞാൽ നന്നായിരുന്നു കേട്ടോ, ഞാൻ ഈ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആണെങ്കിൽ. ഓക്കെ, കമ്പനിയുടെ കറണ്ട് സ്റ്റാറ്റസ് അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലീഗൽ പ്രൊസീഡിങ്സ് എവിടം വരെയായി, നമ്മുടെ ലീഗൽ പ്രൊസീഡിങ്സിന്റെ സ്റ്റേജസ് എവിടം വരെയാണ് എത്തി നിൽക്കുന്നത്, പിന്നെ അതിനിപ്പോ കമ്പനിയുടെ അതുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ അവസ്ഥ എന്താണ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഷെയർ ഹോൾഡേഴ്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയും റെപ്രസെന്റ് ചെയ്ത് അർഷാ സാർ ഈ കമ്പനിയുടെ AGM, അതായത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസും പൂർത്തീകരിച്ചുകൊണ്ട് 15 വർഷത്തെ AGM പെൻഡിങ്ങിലുണ്ട്. ആ AGM പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് കമ്പനിയുടെ ഭാഗത്തു നിന്നും ആരംഭിക്കേണ്ടതാണ്. സോ അതുകൂടാതെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് കമ്പനിയെ കുറിച്ചിട്ട് സാർക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ആളുകളുടെ ക്വറീസ്
ഉണ്ട്. റിലേറ്റഡ് ആയിട്ടുണ്ടാകുന്ന നമ്മുടെ ഈ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട 2-3 സിനാരിയോയും കൂടി സാറിന്റെ ഭാഗത്ത് നിന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഇതിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ആവശ്യമുണ്ട്. കമ്പനിയുടെ AGM, ആനുവൽ ജനറൽ മീറ്റിംഗ്, എത്രയും പെട്ടെന്ന് വിളിച്ചു ചേർക്കണമെന്ന് ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി ഞാൻ കമ്പനിയോട്, അർഷാദ് സാറോട്, CMD-യോട് ആവശ്യപ്പെടുകയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും പിന്തുണയ്ക്കുന്നെങ്കിൽ നിങ്ങളുടെ ആ തമ്പൊക്കെ ഇട്ടിട്ട് നിങ്ങൾ അതിനെ പിന്തുണയ്ക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ? കാരണം AGM വിളിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. 15 ഇയേഴ്സിന്റെ AGM ഉണ്ട്. ഓക്കെ, താങ്ക് യു ഓൾ. സോ ഇത്രയുമാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സാറോട് സംസാരിക്കാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസിലെ കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ സാറോട് ചോദിച്ചത്. സോ ഞാൻ വളരെയധികം ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്നും അർഷാദ് സാറെ ഞാൻ ആർദ്രമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു മറുപടി ഈ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും നൽകുന്നതിന് വേണ്ടി. താങ്ക് യു സോ മച്ച്. അർഷാദ് സാർ. Thank you. Thank you very much. Mr. Arun Nair, thank you. ഈ ഒരു പ്രോഗ്രാം, ഷെയർ ഹോൾഡേഴ്സിന്റെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിനായിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് മിസ്റ്റർ അരുൺ നായർ. ഒരുപാട് ഷെയർ ഹോൾഡേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഓൾറെഡി എനിക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. നമ്മള് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്, ഫോണിലും ഒക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഒഫീഷ്യലി നമ്മൾ AGM-ന് മുമ്പായിട്ട് വിളിക്കുന്ന ഈ ഒരു ഷെയർ ഹോൾഡേഴ്സ് മീറ്റിൽ ഇപ്പൊ നിങ്ങൾ പലരും എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, കാരണം ഒരു പ്രോഗ്രാം വിളിക്കണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് മിസ്റ്റർ അരുൺ അതിനു വേണ്ടിയിട്ട് മുൻകൈ എടുത്തു. അതിനു വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ കമ്പനിക്ക് വേണ്ടിയിട്ട് നന്ദി അറിയിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ കറണ്ട് സ്റ്റാറ്റസ് ആണ്, അല്ലെ? കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ലീഗൽ പ്രൊസീഡിങ്സ് നമുക്ക് അഗെയിൻസ്റ്റ് 2011 വന്നു. കമ്പനി അന്നു മുതൽ അതായത് ഓപ്പൺ ചെയ്ത് വളരെ ഗംഭീരമായിട്ട് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളും ഓരോ സമയങ്ങളിലും നമ്മൾ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ലീഗൽ പ്രൊസീഡിങ്സിൽ നമുക്ക് കുറേ അധികം ടാസ്കുകൾ വന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ അക്കൗണ്ട് ഫ്രീസിങ്ങിലാണ്, ഫ്രോസൺ സ്റ്റേജിലാണ്. അതേപോലെ തന്നെ കമ്പനിയുടെ പ്രോപ്പർട്ടികൾ അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ആ പ്രോപ്പർട്ടികൾ ഇപ്പോൾ വിൽക്കുവാനോ പണയം വെക്കുവാനോ സാധിക്കുന്നതല്ല. അപ്പോൾ ഒരു പ്രോപ്പർട്ടി പോലും നമ്മൾ വിറ്റിട്ടോ പണയം വെച്ചിട്ടോ ഇല്ല. അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രോസൺ സ്റ്റേജിൽ തന്നെയുമാണ് ഉള്ളത്. കാരണം ഈ ഒരു സാഹചര്യം ഉണ്ടായതിന്റെ കാരണം നമുക്കെതിരെ ഒരു 162 കേസുകൾ വന്നതുകൊണ്ടാണ്. ഈ കേസുകൾ ഇല്ലാത്ത ഒരു അവസ്ഥ വരുമ്പോൾ മാത്രമാണ്, 100% ആയില്ലെങ്കിലും നമുക്ക് കിട്ടിയ ലീഗൽ അഡ്വൈസ് എന്ന് പറയുന്ന ഒരു 90% കേസുകളും അവസാനിക്കുമ്പോൾ മാത്രമാണ് നമുക്ക്, കാരണം 90% ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് കോടതിയിൽ നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാം നമ്മളുടെ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ നമ്മളെ സംബന്ധിച്ച് അതായത് ഇപ്പോ കറക്റ്റ് ആക്യുറേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 92% കേസുകൾ കംപ്ലീറ്റ്, അതായത് കോഷ് ചെയ്ത വിവരം ഞാൻ നിങ്ങളെല്ലാവരെയും സസന്തോഷം അറിയിക്കുന്നു. 92% കേസുകൾ കോഷ് ചെയ്ത് കഴിഞ്ഞു. അതിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, വയനാട് ജില്ലയിൽ 56 കേസുകൾ ഉണ്ടായിരുന്നു. പൂർണ്ണമായിട്ട് ഒരു കേസ് പോലും മുഴുവൻ കോഷ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇനി മലപ്പുറം ജില്ലയിൽ വിരലിലെണ്ണാവുന്ന 1-2 കേസുകൾ, പാലക്കാട് ജില്ല കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. അതേപോലെ തന്നെ ഓൾമോസ്റ്റ്
ഇനി വിരലിലെണ്ണാവുന്ന ഒരു 7 to 8% കേസുകൾ മാത്രമാണ് ബാലൻസ് നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യം നിലനിൽക്കെ നമ്മൾ ഡ്രാഫ്റ്റ് ആയി കഴിഞ്ഞു. ഈ ആഴ്ച തന്നെ കോർട്ടിൽ ഫയൽ ചെയ്യുകയാണ്. നമ്മളെ അക്കൗണ്ട് അൺഫ്രീസ് ചെയ്യുന്നതിനും പ്രോപ്പർട്ടികൾ, ഡോക്യുമെന്റുകൾ കോടതിയിൽ നിന്നടക്കം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അത് ആക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി, അതിന്റെ അറ്റാച്ച്മെന്റ് ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഈ ആഴ്ച മൂവ് ചെയ്യുകയാണ്, കോടതിയിൽ മൂവ് ചെയ്യുകയാണ്. ശരിക്കും നമുക്കറിയാം 2014 നമുക്ക് നമ്മളുടെ കേസുകളുടെ ഒരു പരിസമാപ്തി നമ്മൾ പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് ഉള്ള രീതിയിൽ കോടതി വിധികൾ ഉണ്ടാവുകയും പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അതിലൊക്കെ ഒരുപാട് സന്തോഷമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഇന്നേക്ക് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇന്നേക്കൊരു 30 ദിവസം, പരമാവധി ജൂലൈ 5-ാം തീയതിക്കുള്ളിൽ നടത്തിയിട്ടുണ്ടാവും കേട്ടോ, പ്രോമിസ് യു. ഹലോ മിസ്റ്റർ അരുൺ, അതൊന്ന് ധൈര്യമായിട്ട് തന്നെ നോട്ട് ചെയ്തോളൂ. 2026 ജൂലൈ 5-നകം കമ്പനിയുടെ പെൻഡിംഗ് ഉള്ള മുഴുവൻ AGM-ഉം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഗ്രേറ്റ് ന്യൂസ്. എല്ലാവരും അപ്പൊ അതിനുള്ള സ്റ്റെപ്പുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. കാരണം നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പൊ നിങ്ങളുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പലരുടെയും ഇമെയിൽ ഐ ഡിയിൽ മിസ്സിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഫോൺ നമ്പറിലും ഒക്കെ എറർ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുതിയ കമ്പനീസ് ആക്ട് പ്രകാരം ഒക്കെ നമുക്കെല്ലാം ഓൺലൈനിൽ ചെയ്താൽ മതി. പക്ഷെ ഓൺലൈനിൽ ചെയ്യുമ്പോൾ ഫിസിക്കൽ ഡാറ്റ നേരത്തെ ബൈപോസ്റ്റ് ചെയ്യേണ്ടി വന്നിരുന്നു. പക്ഷെ ഇപ്പൊ അത് നമുക്ക് മെയിലിലേക്ക് കൊടുക്കണം. അപ്പൊ ആ മെയിൽ ഐ ഡിയിൽ മിസ്സിംഗ് ഉള്ള ആൾക്കാരുടെ കവർ ചെയ്യുന്ന ഒരു 2 ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് അത് കവർ ചെയ്യുന്നതാണ്. അപ്പൊ അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റെപ്പുകൾ എടുത്തു കഴിഞ്ഞു. എന്തായാലും നിങ്ങളെല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഉള്ളത് ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്ര ഫാസ്റ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂല, ഒന്നും നടക്കൂല. ഇപ്പൊ നിങ്ങൾക്കറിയാമല്ലോ, കേസിന്റെ കാര്യങ്ങളിൽ പോലും നമുക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ നിങ്ങൾ ഓരോ ജില്ലകളിലും എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിച്ചത് കൊണ്ടാണ് ഇത്ര റെക്കോർഡാണ്. അതായത് 162 കേസുകളിൽ അറൌണ്ട് 150 കേസുകളോളം ഈ സ്റ്റിപ്പുലേറ്റഡ് ടൈമിനകം ക്രിമിനൽ കേസുകളാണ് തീർത്തിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് നമ്മളാണ്. വേറെ ഉണ്ടാവില്ല ഇത്രയും അധികം ക്രിമിനൽ കേസുകൾ. അതിൽ നമുക്ക് സന്തോഷിക്കാനുള്ള ഒരുപാട് വകകളുണ്ട്. അത് വരുന്ന AGM-ൽ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് അതിന്റെ ഓർഡർ വിത്ത് അസ്. അപ്പോ അങ്ങനെ കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവായി കഴിഞ്ഞു. അപ്പൊ കമ്പനി ഈ മൊമെന്റ് ഓൺവേർഡ്സ് ഇപ്പൊ നിങ്ങൾ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് ഷെയർ ഹോൾഡേഴ്സ് നമ്മളെ ചുമതലപ്പെടുത്തി. അപ്പൊ കമ്പനി ഈ മൊമെന്റ് ഓൺവേർഡ്സ് ആക്റ്റീവാണ്, വളരെ ആക്റ്റീവാണ്. അതേപോലെ തന്നെ നമുക്ക് പെൻഡിങ്ങുകൾ, ലീഗൽ, അതായത് സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങളുണ്ടല്ലോ, ROC-യിലേക്കുള്ള കാര്യങ്ങളൊക്കെ, അത് കുറച്ച് പെൻഡിങ് ഉണ്ട്. അത് വരുന്ന AGM-ഓടുകൂടി അതും കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി കമ്പനി അതായത് 2011 അവസ്ഥയിൽ എന്തായിരുന്നോ ആ അവസ്ഥയിലേക്ക് മാറുകയാണ്. ഏതാനും AGM കഴിഞ്ഞ ഏതാനും ദിവസം അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മളുടെ അക്കൗണ്ടും ഒക്കെ വളരെ ലിഫ്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും എല്ലാം പോസിറ്റീവാണ് കാര്യങ്ങൾ. അപ്പൊ ദൈവാനുഗ്രഹിച്ച്, കാരണം നേരത്തെ നമ്മൾ മീറ്റിങ്ങുകളൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് ഇത്ര കേസ് തീരാനുണ്ട്. ഇപ്പൊ നമുക്ക് ആ ഒരു ടെൻഷൻ ഇല്ല, ഒന്നുമില്ല, ഒരാശങ്കയില്ല. അതങ്ങനെ, കാരണം എല്ലാം വളരെ അനുകൂലമാണ്. അത് AGM-ൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാകും. പിന്നെ AGM നോട്ടിലും അതിനെക്കുറിച്ചൊക്കെ ചെറിയൊരു ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വളരെ കൃത്യമായിട്ട് തന്നെ ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ
ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി ഫയലിങ്സ്. യെസ്, അത് നമുക്ക് ഈ വരുന്ന ജൂലൈ AGM കഴിഞ്ഞാൽ AGM 5-ാം തീയതി കഴിയുന്നു. വിതിൻ 7 days അത് ROCയിൽ ഫയൽ ചെയ്തിട്ടുണ്ടാവും. വിതിൻ 7 days ROCയിൽ അത് ഫയൽ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ പിന്നെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മള് ആശയം പൊതുജന പങ്കാളിത്തത്തോടുകൂടി സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങുക എന്നുള്ളതായിരുന്നല്ലോ ആശയം. പക്ഷെ ഇന്നിപ്പോൾ ആ ആശയം അത് അന്നത്തെ കോൺസെപ്റ്റ്. ഇന്നിപ്പോ AGMൽ നമ്മൾ അതിന്റെ പെർമിഷനൊക്കെ എടുത്തിട്ട് അത് ലാസ്റ്റ് AGMൽ നമ്മൾ അതിന്റെ അമെന്റും കാര്യങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയധികം സ്ഥലങ്ങളുണ്ട്, അതിൽ കൺസ്ട്രക്ഷൻ, കമ്പനിയുടെ പേരിലും ചെറിയൊരു ചേഞ്ച് വരുത്തണമെന്ന് ആഗ്രഹമുണ്ട്. അത് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്നുള്ള രീതിയിലേക്ക്. കാരണം എനിക്കതിൽ സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ്സ് അടക്കം അത് കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. എന്നോട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കമ്പനിയുടെ പേരിനൊപ്പം ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ റീനെയിം ചെയ്തിട്ടാണ് അത് വരുന്നത്. നമുക്ക് ഇപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് ഒന്നും അല്ലല്ലോ നമ്മൾ. ഇവിടെ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരുപാട് കൺസ്ട്രക്ഷൻ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്കും ഇത്രയധികം ബേസ് ഉണ്ട്, ഒരുപാട് കൊമേഴ്സ്യൽ പ്ലോട്ടുകൾ കിടപ്പുണ്ട്. പിന്നെ ചെറിയ ചെറിയ പ്ലോട്ടുകളൊക്കെ കിടക്കുന്നത് നമുക്കത് ചെയ്തുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകുന്നതല്ല. അത് കുറച്ചുകൂടി അപ്പൊ അത് ആ ലാൻഡായിട്ട് തന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ള ഒരു പ്ലോട്ട് പോലും ഇതുവരെ വിറ്റിട്ടില്ല. അതിനായിട്ടല്ലല്ലോ നമ്മൾ വാങ്ങിയത്. പക്ഷെ ഇനി നമ്മളുടെ ബിസിനസിന്റെ നേച്ചറിനനുസരിച്ച് അത്തരം ചെറിയ ചെറിയ ഒരുപാട് ഗുണകരമല്ലാത്ത ഇത് നമ്മൾ എന്താ പറയുക ഔട്ട്റൈറ്റ് വരികയും ചെയ്യുകയും അതിനേക്കാൾ വലിയ കാര്യങ്ങൾ വലിയ പ്ലോട്ടുകൾ പർച്ചേസ് ചെയ്യും. അതൊരു പ്രൊസീജിയറായിട്ട് ഒരു പ്രക്രിയയായിട്ട് കൊണ്ടുപോയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രോജക്റ്റ്. അതുപോലെ തന്നെ നമ്മൾ കുറെ ട്രേഡ് മാർക്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഫ്രഷ് ആൻഡ് ടേസ്റ്റി എന്നുള്ള ട്രേഡ് മാർക്ക് ഒക്കെ ഉണ്ട്. അതിലൊക്കെ വളരെ അധികം പ്ലാനിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അപ്പൊ അത് ഫ്രഷ് ആൻഡ് ടേസ്റ്റി എന്നുള്ള ബ്രാൻഡൊക്കെ നമ്മൾ പണ്ടേ ട്രേഡ് മാർക്ക് ഉള്ളതാണ്. അപ്പൊ അതിലൊക്കെ വളരെ വിശാലമായിട്ടുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് AGMൽ ഡിസ്കസ് ചെയ്യാം. ഒപ്പം തന്നെ കാരണം ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഇതൊക്കെ ഉണ്ടായി. അപ്പൊ ഒരുപക്ഷെ വിശ്വാസത്തിന്റെ ചില കണികകളൊക്കെ ഉണ്ടാവാം. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലര് പറയും, ഇനിയിപ്പോ സ്വാഭാവികമായിട്ടും ഇപ്പൊ പലരും പറഞ്ഞിട്ടുണ്ടല്ലോ, ചിലര് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലാത്തവരുണ്ട്. അവർക്ക് അവരടച്ച പൈസ കൊടുക്കുകയല്ല ചെയ്യുന്നത്, ലാഭമടക്കം കൊടുത്തുകൊണ്ട് അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ അക്കൗണ്ടിൽ ഉള്ള എമൗണ്ട് അത് കമ്പനിയുടെ അസറ്റിൽ വരുന്ന ഒരു കാര്യമാണല്ലോ. പിന്നെ നമുക്ക് 50-ലധികം പ്രോപ്പർട്ടികളുണ്ട് അല്ലെ. ഈ പ്രോപ്പർട്ടികളുടെ ഒക്കെ പ്രസന്റ് വാല്യൂ എടുക്കും. എത്രയാ? പർച്ചേസ്ഡ് വാല്യൂ അല്ല, പ്രസന്റ് വാല്യൂ. അത് എടുത്തതിന് ശേഷം ബാങ്ക് അക്കൗണ്ടിലെ എമൗണ്ടും കൂടി ടോട്ടൽ എത്രയാണോ വരുന്നത് അതിൽ ഈ 15 years എക്സ്പെൻസുകൾ ഉണ്ടായിട്ടുണ്ട്. അറിയാം, 9 കേരളത്തിൽ തന്നെ 11 CJM കോടതികളിൽ, പിന്നെ ഒരു സെഷൻസ് കോർട്ട്, ഹൈക്കോടതി, ഡൽഹിയിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി, ഡൽഹി ട്രിബ്യൂണൽ, ഡൽഹി സുപ്രീം കോടതിയിൽ തന്നെ 2 ബെഞ്ചുകൾ. ഇത്രയധികം പ്രോസസ് നടത്തിയിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ ഇടക്ക്. അപ്പൊ അതില് പക്ഷെ ഈ പ്രോസസ്സൊക്കെ നടന്നതിലും ഒക്കെ നമുക്ക് ഒരുപാട് എന്താ പറയുക, കുറെ കാലതാമസം ഉണ്ടായി, കുറെ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും ഒരിക്കലും ഇത് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞെടുത്തു നിന്നും ഒരിക്കലും ഇനി ഈ പേര് ഉണ്ടാവില്ല എന്ന് പലരും പറഞ്ഞെങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, 2011 നിയമ നടപടി നേരിട്ട 67 കമ്പനികളുണ്ട്. 67 കമ്പനികൾ. ഇതിൽ എന്റെ അറിവിൽ ഒരാൾ പോലും പണം തിരികെ കൊടുക്കാം എന്ന് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അടച്ച പണം മാത്രമല്ല, ലാഭമടക്കം കമ്പനിക്കൊപ്പം കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് കേട്ടോ. കണ്ടിന്യൂ ചെയ്യുന്നവര്
അത് കമ്പനിക്കൊപ്പം തുടരുകയാണല്ലോ. ഇപ്പൊ ചിലരൊക്കെ ഉണ്ട്, ഞാൻ നേരിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്ത് ചിലര് പറഞ്ഞു ഞങ്ങളിത് ഉപേക്ഷിച്ചിരുന്നതാ, പക്ഷെ നിങ്ങൾ അതിൽ കോണ്ടാക്ട് ചെയ്തല്ലോ, കണ്ടല്ലോ, ഇനി എന്ത് തന്നെയാണെങ്കിലും കമ്പനിയുടെ കൂടെ തന്നെ, അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷെ അപ്പോ ഇതില് അങ്ങനെ അവർക്ക് ലാഭമടക്കം, ഇപ്പൊ എക്സ്പെൻഡിച്ചർ എത്രയാണോ അത് കഴിഞ്ഞിട്ട് ബാക്കി ഉള്ള അസറ്റിനെ ഷെയറിന് ആനുപാതികമായി ഡിവൈഡ് ചെയ്തിട്ട് ആ ലാഭമടക്കം കൊടുത്തുകൊണ്ടാണ് നമ്മളത് അവർക്ക് എന്താ പറയുക, പിരിഞ്ഞു പോകാൻ അവസരം കൊടുക്കുന്നത്. അത് നടക്കുമ്പോൾ അതിന് വിദൂരമൊന്നുമല്ല, ഒരിക്കലും വിദൂരമല്ല, ഒരിക്കലും. അത് നടക്കുമ്പോൾ ഇതൊരു ഹിസ്റ്ററിയാണ്. കാരണം ഇങ്ങനെ ഒരു പ്രശ്നങ്ങളിൽപ്പെട്ടിട്ട് ലാഭമടക്കം തിരിച്ചു കൊടുക്കുന്ന വേൾഡ് മുഴുവൻ എനിക്കറിയില്ല, ബട്ട് ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനി അത് നമ്മളുടെ കമ്പനിയാണ്. ആ സമയം നമ്മളിപ്പോ ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം, കല്യാണങ്ങളിലും അവിടെ ഇവിടെയൊക്കെ പോകുന്ന സമയത്ത്, ഇൻക്ലൂഡിങ് മീ, പക്ഷെ നമ്മൾ നെഞ്ചുവിരിച്ചൊക്കെ നിൽക്കുന്നുണ്ട്, കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല. പോലീസ് വന്ന സമയത്തും നമ്മൾ പേടിച്ചോടിയിട്ടുമില്ല, നമ്മൾ ഒളിച്ചോടാൻ ശ്രമിച്ചിട്ടുമില്ല. നമ്മൾ സധൈര്യം അതിനെ നിന്ന് സംസാരിക്കുകയും, പത്രക്കാരെയും ചാനലുകാരെയും നമ്മുടെ അടുത്തേക്ക് പോലും പോലീസ് വിടുന്നില്ല. പക്ഷെ അതിന്റെ ഇടയ്ക്ക് 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ വന്ന സമയത്തും നമ്മൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞു. ഓക്കെ, അപ്പൊ ദെൻ അതിന്റെ ഇടയ്ക്ക് ചാനൽ ചർച്ചയിലും ഒക്കെ അവസരം കിട്ടി. നമ്മൾ പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു, പല ചാനലുകൾ ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ നമ്മുടെ വളരെ അടുത്ത് നിൽക്കുന്ന വേണ്ടപ്പെട്ട അല്ല അറിയാവുന്നവർക്ക് അറിയാം, നമ്മൾ എന്തായാലും തിരിച്ചു വരും. അതിനൊറ്റ കാര്യമുള്ളൂ, അതിനൊരൊറ്റ ഇക്വേഷനേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് മാജിക്കുകളൊന്നുമില്ല. നമ്മൾ ചെയ്തത് സത്യസന്ധവും നല്ല ഉദ്ദേശവുമാണെങ്കിൽ ഈ പറയുന്നതൊക്കെ നടക്കും, തിരിച്ചു വരും, വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകും. ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കൂല, അല്ലേനോ? അപ്പോ 2011 തന്നെ 63 കമ്പനികൾക്കെതിരെ നിയമ നടപടികൾ എടുത്തതിൽ ലാഭമടക്കം പണം തിരിച്ചു കൊടുക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയായിട്ട് നമ്മുടെ കമ്പനി മാറുകയാണ്. അപ്പൊ നമുക്ക് തെറ്റൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ സ്ഥലങ്ങൾ കിടപ്പുണ്ട്, ഇതൊക്കെ ബിനാമി പേയിൽ വാങ്ങിയതാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊക്കെ ഇപ്പോഴും അതിന്റെ ഡോക്യുമെന്റ് വെബ്സൈറ്റിലുണ്ട്. visaGroup.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അതെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പൊ ദെൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഇത് ആരുടെ പേരിലാണ് സ്ഥലം, എന്താണ്, എല്ലാം കമ്പനിയുടെ പേരിലാണ്. സോ ലീഡേഴ്സ്, നമുക്ക് അറ്റ് ദ ഏർലിയസ്റ്റ് ഇനിയിപ്പോ പബ്ലിക് നോട്ടീസ് കൊടുക്കേണ്ടി വന്നാലും, കാരണം നമുക്ക് 2017 ഒരു ഓർഡർ ഉണ്ട്, ജസ്റ്റിസ് ഷാജി പിച്ചാലിന്റെ ഓർഡർ ഉണ്ട്. അപ്പൊ അതിലെ ഒരു പബ്ലിക് നോട്ടീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഒരു ആ ഫ്രീസിംഗിലേക്ക് പോകുമ്പോൾ അത് വന്നാലും അതടക്കം കവർ ചെയ്തുകൊണ്ട് അതിനുള്ള മെക്കാനിസം ഒക്കെ ചെയ്തു കഴിഞ്ഞു. നമ്മൾ അതിനെല്ലാം നമ്മൾ പ്ലാൻഡ് ആണ്. അപ്പോ എന്തായാലും ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കാനായിട്ട് പല ഷെയർ ഹോൾഡേഴ്സ് എന്നോട് പലപ്പോഴും പറയാറുണ്ടെങ്കിലും അതിനുവേണ്ടി ഇനിഷ്യേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് അതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ട് ഈ ഒരു കോർഡിനേഷൻ എല്ലാരെയും ഒരുമിപ്പിച്ച് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത മിസ്റ്റർ അരുൺ നായർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും നിങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ബോർഡ് മെമ്പേഴ്സ് ആണെങ്കിലും അതിൽ വളരെ യൂണിറ്റി ആയിട്ട് ഞങ്ങൾ നിലകൊണ്ടു. അതേപോലെ തന്നെ ഞങ്ങൾക്കറിയാം, ഇപ്പോൾ കേസുകളുടെ കാര്യങ്ങൾ വരുമ്പോഴും അവിടെ നമ്മൾ നമ്മുടെ കാര്യം മാത്രം ഒന്നും നോക്കി പോയിട്ടില്ല. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മളുടെ അഡ്വക്കേറ്റ്സ് ഉള്ളത്. അതൊക്കെ മറ്റ് കമ്പനികളൊക്കെ വളരെ എന്താ പറയാ അസൂയയോടുകൂടിയാണ്, കാരണം നമ്മൾ കോടതികളിലൊക്കെ ചെല്ലുമ്പോൾ അറിയാലോ, അസൂയയോടുകൂടിയാണ് അവർ നോക്കുന്നത്. കാരണം അവരുടെ കേസിൽ പെട്ടിട്ട് അവരുടെ ഡയറക്ടേഴ്സ് ഒരു വക്കീലിനെ വെച്ച് അവരുടെ കാര്യം മാത്രം നോക്കുന്നു. പാവപ്പെട്ട വർക്കേഴ്സും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ അവര് പല വക്കീലിനെയും വെച്ച് ഭയങ്കര ബുദ്ധിമുട്ടി ഭയങ്കര പ്രോബ്ലത്തിൽ ഒക്കെ ആണെങ്കിൽ അത് അങ്ങനെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും നമ്മളുടെ ഒപ്പം ഉള്ള ആർക്കും ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകത്തുമില്ല, ഒരിക്കലും ഉണ്ടാകത്തില്ല. നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയിട്ട് പോയിട്ടുള്ള എല്ലാവരും 99.999% ക്ലിയർ ആണ്. പിന്നെ ആ കമ്മ്യൂണിക്കേഷനിൽ ചില സമയങ്ങളിൽ വരാത്തവര് ഒരു പക്ഷെ ആ സമയത്ത് സെൽഫായിട്ട് അഡ്വക്കേറ്റിനെയൊക്കെ വെച്ചിട്ടുണ്ടാവാം.
ബട്ട് അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുമായിട്ടൊരു അവസരം വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്തില്ല. അങ്ങനെ പലരെയും റീകണക്ട് ചെയ്തിട്ടുണ്ട്. അവർ അഡ്വക്കേറ്റിനെ വെച്ചിട്ട് അവരുടെ അടുക്കൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് നമ്മളുടെ അഡ്വക്കേറ്റിനെ ത്രൂ നമ്മളത് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതായത് ഇത് ദൈവഹിതമാണ്. ഇത് എനിക്കോ നിങ്ങൾക്കോ ആർക്കോ മാറ്റാൻ പറ്റില്ല. അപ്പൊ ഇത് പ്രകൃതി ഹിതമാണ്, പ്രകൃതി അനുകൂലിക്കുന്ന അവസ്ഥയിലാണ് നമ്മളിപ്പോ. അതുകൊണ്ടാണ് ഈ ഒരു സായാഹ്നത്തിൽ നമുക്ക് വളരെ സന്തോഷകരമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നത്. ഇതിനു മുമ്പുമൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മള് ദ ബെസ്റ്റ് ഈസ് എറ്റ് ടു ബി എന്നാണെങ്കിൽ അതിപ്പോ നമ്മുടെ കയ്യിലാണ്, ആ ലെവലിലാണ് കാര്യങ്ങൾ. സോ മൈ ഡിയർ ലീഡേഴ്സ്, സോറി മൈ ഡിയർ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ലീഡേഴ്സ്, അപ്പൊ ദെൻ നിങ്ങളെ സംബന്ധിച്ച് എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പ്രയത്നവും പ്രാർത്ഥനയും കൊണ്ടാണ് നമുക്ക് ഈ ഒരു അവസ്ഥ സംജാതമായിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മുടെ AGM ഭംഗിയാക്കണം. അതിന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, കുറച്ചു പേരുടെ ഡാറ്റയിൽ മിസ്സിംഗ് ഉണ്ട്, അതൊന്ന് 2-3 ദിവസം കൊണ്ട് തീർത്തു തരുവാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സഹകരണം ഉണ്ടാകണമെന്ന് കൂടി ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക്സ് അലോട്ട്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. കാരണം വെച്ചാൽ അറിയേണ്ട കാര്യങ്ങൾ കുറെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള പ്രൊവിഷൻസ് എല്ലാം, അതിനു വേണ്ടിയുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രൊവിഷനും സെറ്റപ്പും CS-ന്റെ ഒരു പ്രൊസീജിയർ എല്ലാം തുടങ്ങിയതിൽ വളരെയധികം സന്തോഷം. നമുക്ക് എല്ലാവർക്കും ഏറ്റവും അടുത്ത ദിവസം തന്നെ ഒരു AGM പ്രതീക്ഷിക്കാം. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഇത് മൊമെന്റം ക്രിയേറ്റ് ചെയ്ത് തന്നതിന് സാറോട്, അർഷാദ് സാറോട് അഗൈതമായ കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു.